നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണിലെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്ന അല്ലെങ്കിൽ മൊബൈൽ ഫോണിലെ ചാർജ് പെട്ടെന്ന് തീർന്നു പോകുന്ന പ്രശ്നം പല ആളുകൾക്ക് നേരിടാറുണ്ട്. നമ്മൾ രാവിലെ മൊബൈൽ ഫോൺ ഫുൾ ചാർജ് ആക്കി എടുത്ത് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സമയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1-2 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 4 ട്രിക്കുകൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 4 ടിപ്സുകൾ നമ്മുടെ ഫോണിനകത്ത് സെറ്റിങ്സിൽ തന്നെയുള്ള 4 ഫീച്ചറുകളാണ്. നമുക്കതൊന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് സെറ്റിങ്സ് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ സെറ്റിങ്സ്, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ഇവിടെ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ സ്കാനിങ് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്കാനിങ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് സ്കാനിങ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം വൈഫൈ സ്കാനിങ് എൻ്റെ ഫോണിനകത്ത് ഓണായി കിടക്കുകയാണ്, ബ്ലൂടൂത്ത് സ്കാനിങ് ഇവിടെ ഓഫായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ഇത് രണ്ടും ഓൺ ആണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ ഓൺ ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ വൈഫൈ സ്കാനിങ്, നമ്മൾ വൈഫൈ ഉപയോഗിക്കാത്ത സമയത്തും ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ഓരോ 10 സെക്കൻഡിലും നമ്മുടെ ഫോൺ വൈഫൈ ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ഒരാവശ്യവുമില്ല. ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോൺ തന്നെ സ്കാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി, ബാക്ക്ഗ്രൗണ്ടിൽ ഇത് പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ചാർജ് ആവശ്യമാണ്. അപ്പോൾ ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വൈഫൈ സ്കാൻ ചെയ്യില്ല. നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ വലിക്കുക, നമ്മുടെ വൈഫൈ ഇതുപോലെ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ രണ്ടാമത്തെ ബ്ലൂടൂത്ത് സ്കാനിങ് ആണ്. ഇവിടെ ബ്ലൂടൂത്ത് സ്കാനിങ് നമുക്ക് ഒരിക്കലും ഓൺ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ സ്കാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നേരത്തെ വൈഫൈയുടെ കാര്യം പറഞ്ഞ പോലെ നിങ്ങളുടെ ഫോണിൻ്റെ പരിസരത്ത് ഏതെങ്കിലും ബ്ലൂടൂത്ത് ഓണായി കിടക്കുന്നുണ്ടോ എന്നിങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് സ്കാനിങ്ങും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതാണ്. അത് നമുക്ക് ഇതുപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് ഓഫ് ചെയ്ത് കൊടുത്താൽ ഒരു പ്രശ്നമില്ല. ബ്ലൂടൂത്ത് എപ്പോഴാണോ ഓൺ ചെയ്യേണ്ടത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ വലിച്ചാൽ ഇവിടെ ബ്ലൂടൂത്തിൻ്റെ ചിഹ്നം കാണും. അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലൂടൂത്ത് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. മൂന്നാമത്തെ ഫീച്ചർ നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ തന്നെയാണ്. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പ്രിൻ്റ് എന്ന് ഇതുപോലെ നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. പ്രിൻ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ മുകളിലായിട്ട് കാണാം പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡിഫോൾട്ട് പ്രിൻ്റ് സർവീസ് എന്നുള്ള ഒരു ഓപ്ഷൻ. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ ഫോണിനകത്ത് ഇത് ഓഫാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഫോണിനകത്ത് ഇതുപോലെ ഓണായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കണം. കാരണം നേരത്തെ വൈഫൈയുടെ കാര്യത്തിലും ബ്ലൂടൂത്തിൻ്റെ കാര്യത്തിലും പറഞ്ഞ പോലെ ഈ പ്രിൻ്റർ മെഷീൻ എവിടെയെങ്കിലും പരിസരത്തുണ്ടോ എന്നുള്ളത്, അതായത് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ പ്രിൻ്റർ മെഷീൻ എവിടെയെങ്കിലും തൊട്ടടുത്തെവിടെയെങ്കിലും ഓണായി കിടക്കുന്നുണ്ടോ എന്നുള്ളത് ഇങ്ങനെ വൈഫൈ സ്കാൻ ചെയ്യുന്ന പോലെ തന്നെ ഈ പ്രിൻ്ററും ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ വെറുതെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ ബാറ്ററി അധികമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഇത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നാലാമത്തെ സെറ്റിങ്സ് നമ്മൾ പരിശോധിക്കുന്നത്, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ വലതു ഭാഗത്ത് കാണുന്ന ഓൾ സർവീസസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡിവൈസസ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഡിവൈസസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങളുടെ ഫോണിനകത്ത് ഇത് ഓൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കണം. കാരണം ഇവിടെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും സ്കാൻ ഫോർ നിയർ ബൈ ഡിവൈസ്. നമ്മുടെ തൊട്ടടുത്ത് ഏതെങ്കിലും ഫോണിൽ ഇത്തരത്തിൽ ഇത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലൂടൂത്തും വൈഫൈയും പോലെ നമ്മളിങ്ങനെ തൊട്ടടുത്തേക്ക് നിങ്ങൾ സ്കാൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ ഓരോ സമയം നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിനകത്തുള്ള ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകും. നമ്മുടെ ഫോൺ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞ് നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കിയാൽ നല്ല ബാറ്ററി തീർന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്കാൻ ചെയ്യുന്നതും നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ഇത്തരം സെറ്റിങ്സുകളൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കുക. നിങ്ങൾക്കൊക്കെ മാറ്റം വരുത്തി വെക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.